വെൽക്കം ബാക്ക് ഗായ്സ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. നമുക്കിന്ന് എളുപ്പത്തിലൊരു ചിക്കൻ ചങ്കേസി ഉണ്ടാക്കിയാലോ. മുഗൾ വംശകാലത്ത് രാജാക്കന്മാരുടെ അടുക്കളകളെ അലങ്കരിച്ചിരിക്കുന്ന ഒരു കറിയാണിത്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ലാതെ ഈ ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ചങ്കേസിക്ക് 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ചാറ്റ് മസാല 1 ടീസ്പൂൺ. ഇത്ര നമുക്ക് ചേർക്കാം. ഇനി ഒരു നാരങ്ങയുടെ അരമുറി ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. കുരുകളെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതിനി ഒരു അരമണിക്കൂറിന് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞു പോവാതെ ഇച്ചിരി കനത്തോടെ തന്നെ അരിഞ്ഞെടുക്കുക. കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ 1/4 കപ്പ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ പീസസ് ഇട്ട് വറുത്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് മൂപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കും. നമുക്കിനി ഒന്ന് തിരിച്ചിടാം. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ചെറുതായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് സവാള ഇടാം. നമ്മൾ വഴറ്റാൻ എടുത്തിരിക്കുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷമാണ് സവാള വഴറ്റാനിട്ടത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചതച്ചതും ചേർക്കാം. പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി ഇത്രയും ചേർക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പച്ചമണം മാറി വരുമ്പോൾ ഇനി 2 വലിയ തക്കാളി അരച്ചതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. ഇനി ഒരു 1-1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഒപ്പം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഇനി അടച്ച് ഒരു 15 മിനിറ്റ് നേരം കൂടി വേവിക്കാം.
ഞാൻ കുറച്ച് റൈസ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി തീ നിർത്തി നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയും ക്രീമിയുമായ ഒരു ഡിഷാണ്. ചപ്പാത്തി, പൊറോട്ട, റൈസ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി കോംബോയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഞാൻ റൈസ് കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം അച്ചു.